എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുവരാം. വളരെ പഴയൊരു കഥ, ഭക്തിയുടെയും സമർപ്പണത്തിന്റെയും കഥ. സൂർദാസ് എന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കഥയാണ്. എങ്ങനെയാണ് ബാഹ്യമായ കണ്ണുകളില്ലാതെ അദ്ദേഹം ലോകം കണ്ടതെന്ന് നമുക്കൊന്ന് കേട്ടുനോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ജന്മന ഒട്ടും കാഴ്ചയില്ലാത്തൊരു കുട്ടി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ ഏറ്റവും വ്യക്തമായി കാണാൻ കഴിഞ്ഞ ഒരാളായി മാറിയത്? കേൾക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നില്ലേ? അതെ, കണ്ണുകളില്ലാത്തതുകൊണ്ട് അവൻ ഈ ലോകത്തിന്റെ ഇരുട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് നമ്മളൊക്കെ വിചാരിക്കും. പക്ഷേ സത്യം അതല്ല. ആ ശാരീരികമായ അന്ധത ശരിക്കും പറഞ്ഞാൽ വളരെ വലിയൊരു ആത്മീയ യാത്രയുടെ തുടക്കം മാത്രമായിരുന്നു. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആ കഥയുടെ ആദ്യ ഭാഗത്തേക്ക് കടക്കാം. സിഹിയിലെ അന്ധനായ കുട്ടി. നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്, കൃത്യമായി പറഞ്ഞാൽ 1478-ൽ ഡൽഹിക്കടുത്തുള്ള സിഹി എന്നൊരു ചെറിയ ഗ്രാമത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. വളരെ വളരെ പാവപ്പെട്ട ഒരു ബ്രാഹ്മണ കുടുംബം. ജനിച്ചപ്പോൾ തന്നെ ആ കുഞ്ഞിന് കാഴ്ചശക്തി ഉണ്ടായിരുന്നില്ല മക്കളെ. ജനിച്ചപ്പോൾ തൊട്ടുള്ള ആ ഒരു കഷ്ടപ്പാട് എത്രത്തോളമായിരിക്കും എന്ന് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. ഇതിലേറ്റവും സങ്കടകരമായ കാര്യമെന്താണെന്നോ? സ്വന്തം വീട്ടുകാർക്ക് പോലും അവനോട് വലിയ സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. 3 ചേട്ടന്മാരുണ്ടായിരുന്നു അവന്. ഈ കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ വീട്ടുകാരും നാട്ടുകാരുമൊന്നും അവനെ അത്രയ്ക്കങ്ങ് ശ്രദ്ധിച്ചില്ല. സ്നേഹത്തോടെ ഒരു പേര് വിളിച്ച് കൊഞ്ചിക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. എല്ലാവരും അവനെ സൂരൻ എന്നോ അല്ലെങ്കിൽ വെറുതെ അന്ധനെന്നൊക്കെയാണ് വിളിച്ചിരുന്നത്. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞാണ് അവന് ആ സൂർദാസ് എന്ന പേര് തന്നെ കിട്ടുന്നത്. ആ കൊച്ചുകുട്ടിയുടെ ഏകാന്തത അതൊന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ. ഇനി രണ്ടാമത്തെ ഭാഗം, സംഗീതത്തിലൂടെ അവനിലുണ്ടായ ഉണർവ്. എപ്പോഴും ഇരുട്ട് മാത്രം നിറഞ്ഞ ആ ജീവിതത്തില് അവനാകെ കിട്ടിയിരുന്ന ഒരു സന്തോഷം എന്തായിരുന്നെന്നറിയാമോ? എവിടെ നിന്നെങ്കിലും ഈശ്വര ഭജനകൾ കേൾക്കുമ്പോൾ ആ അന്ധനായ കുട്ടിയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. അപ്പൊ അവനും തോന്നും, എനിക്കും ഇങ്ങനെ പാടണമെന്ന്. അങ്ങനെ അവൻ പാടാൻ തുടങ്ങി. കഠിനമായ സാധന, രാപ്പകലില്ലാത്ത പരിശീലനം. നിങ്ങൾ വിശ്വസിക്കുമോ? വെറും 14 വയസ്സാവുമ്പോഴേക്കും അവൻ വലിയൊരു ഗായകനായി മാറി. അതുമാത്രമല്ല, അവന്റെ ഭക്തി അങ്ങ് വളർന്നപ്പോൾ അവനിൽ ചില അത്ഭുത സിദ്ധികളൊക്കെ വന്നു ചേർന്നു. ആരുടെങ്കിലും പശുവോ മറ്റോ കാണാതെ പോയാൽ സൂർദാസ് കൃത്യമായിട്ട് അതെവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഒരു കുട്ടിയിൽ നിന്ന് എല്ലാവരും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു ഗായകനിലേക്കുള്ള മാറ്റം അത്യുജ്വലമാണല്ലേ? പക്ഷേ മക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് വെറുമൊരു പാട്ടിന്റെ കഴിവ് മാത്രമായിരുന്നില്ല. ഒരു ഗായകൻ എന്നതിലുമപ്പുറം സൂർദാസിന്റെ ആ ഉള്ളിലുള്ള ഭക്തിയുണ്ടല്ലോ, ഈശ്വരനോടുള്ള കലർപ്പില്ലാത്ത വളരെ നിർമ്മലമായ സ്നേഹം. അതാണ് എല്ലാവരെയും അവനിലേക്ക് ആകർഷിച്ചത്. ആ പാട്ടുകളിലൂടെ ശരിക്കും പുറത്തേക്ക് ഒഴുകിയിരുന്നത് അവന്റെ ഉള്ളിലെ ആ കളങ്കമില്ലാത്ത സ്നേഹമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ വലിയ സംഭവം നടക്കുന്നത്. മൂന്നാമത്തെ ഭാഗം, ദിവ്യദർശനം. സൂർദാസിന്റെ ഈ കളങ്കമില്ലാത്ത അത്രമേൽ ആഴത്തിലുള്ള ഭക്തി കണ്ട് പ്രസന്നനായ ഭഗവാൻ ഒടുവിൽ അവനു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ആ നിമിഷം, സങ്കൽപ്പിക്കാൻ കഴിയാത്ത ആ നിമിഷത്തിൽ ഭഗവാൻ സൂർദാസിന് കാഴ്ചശക്തി നൽകി അനുഗ്രഹിച്ചു. ജനിച്ച അന്നു തൊട്ട് ഇന്നുവരെ സ്വന്തം കണ്ണുകൾ കൊണ്ട് ഒന്നും കണ്ടിട്ടില്ലാത്ത സൂർദാസ് ആദ്യമായി കണ്ണു തുറന്നപ്പോൾ കണ്ടത് സാക്ഷാൽ ഈശ്വരന്റെ ആ ദിവ്യരൂപമാണ്. ആ രൂപം കണ്ടപ്പോൾ സൂർദാസിനുണ്ടായ സന്തോഷം എത്രത്തോളമായിരിക്കുമെന്ന് എനിക്ക് പറയാൻ പോലുമാകുന്നില്ല. അത്രയ്ക്ക് ആനന്ദകരമായൊരു നിമിഷം. ഇപ്പോ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ജീവിതകാലം മുഴുവൻ നമുക്കില്ലാതിരുന്നൊരു കാര്യം പെട്ടെന്ന് കിട്ടിയാൽ നമ്മൾ എന്തു ചെയ്യും? ഒന്ന് ആലോചിച്ചു നോക്കൂ. ജന്മന അന്ധനായ ഒരാൾക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടിയാൽ അയാൾ ഈ ലോകം മുഴുവൻ ഓടി നടന്ന് കാണാൻ ആഗ്രഹിക്കില്ലേ? ഈ പ്രകൃതിയുടെ ഭംഗിയും ആളുകളെയും പലതരം നിറങ്ങളുമൊക്കെ കാണാൻ കൊതിക്കില്ലേ? നിങ്ങളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. പക്ഷേ സൂർദാസ് ചെയ്തതെന്താണെന്നോ? അതാണ് നമ്മുടെ നാലാമത്തെ ഭാഗം, ഏറ്റവും വലിയ ത്യാഗം. സൂർദാസിന്റെ ആ ഭക്തി എന്ന് പറയുന്നത് വളരെ ഉയർന്ന ഒരു തലത്തിലായിരുന്നു. അദ്ദേഹം ചിന്തിച്ചതിങ്ങനെയാണ്: ഈ പുറമേയുള്ള കണ്ണുകൾ അത് നമ്മളെ ഈ കാണുന്ന ഭൗതിക ലോകവുമായിട്ട് മാത്രമേ ബന്ധിപ്പിക്കുകയുള്ളൂ. എന്നാൽ ആന്തരികമായ ദിവ്യനേത്രങ്ങളോ, അത് ഭഗവാന്റെ അനന്തവും നിർമ്മലവുമായ ആ രൂപം എക്കാലവും നിലനിർത്താൻ നമ്മളെ സഹായിക്കും. ആദ്യമായി കണ്ണു തുറന്നപ്പോൾ കണ്ട ആ പരമമായ ഈശ്വരരൂപം, അതിനപ്പുറം ഈ ലോകത്ത് കാണാൻ ഒന്നുമില്ല എന്ന് അദ്ദേഹത്തിനങ്ങ് തോന്നി. അതുകൊണ്ടുതന്നെ ഈ പരിമിതമായ ലോകത്തെ തന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ അദ്ദേഹം തീരെ ആഗ്രഹിച്ചില്ല. തന്റെ മനസ്സിൽ ആ ഭഗവാന്റെ രൂപം മാത്രമേ പാടുള്ളൂ എന്ന് അദ്ദേഹം ഉറപ്പിച്ചു. അതിനുവേണ്ടി അദ്ദേഹം എന്താ ചെയ്തതെന്നറിയാമോ മക്കളെ? സ്വന്തം കണ്ണുകളെ അദ്ദേഹം ചൂഴ്ന്നെടുത്തു. അതെ, വീണ്ടും അന്ധനായി മാറി. തന്റെ ആ ദർശനത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടാതിരിക്കാൻ അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും ആ ഇരുട്ടിനെ സ്വീകരിച്ചു. സൂർദാസിന്റെ ആ വലിയ ഭക്തിയുടെ ഏറ്റവും അമ്പരപ്പിക്കുന്ന അടയാളമായിരുന്നു ആ ത്യാഗം. ഇനി ഇതിന്റെ അവസാന ഭാഗം, യഥാർത്ഥ ഭക്തിയുടെ ശക്തി എന്താണെന്ന് നോക്കാം.
സ്വന്തം കണ്ണുകൾ ഉപേക്ഷിച്ചെങ്കിലും സൂർദാസ് പിന്നെയും ഒരുപാട് കാലം ദീർഘായുസ്സോടെ ജീവിച്ചു. പുറമേ അന്ധതയുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം ഉള്ളുകൊണ്ട് എല്ലാം വ്യക്തമായി കണ്ടിരുന്നു. ശ്രീകൃഷ്ണന്റെ ബാല്യകാലം അദ്ദേഹം തന്റെ രചനകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത് കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്ര മനോഹരമാണത്. അദ്ദേഹം അന്നു പാടിയ ആ ഭജനകൾ ഇന്നും ഭക്തർ പാടി നടക്കാറുണ്ട്. കണ്ണുകളില്ലായിരുന്നിട്ടുപോലും തന്റെ ആ ദിവ്യനേത്രങ്ങളിലൂടെ ഭഗവാനോടുള്ള സ്നേഹം അനുഭവിച്ച് ജീവിതം മുഴുവൻ വലിയ ആനന്ദത്തോടെയാണ് അദ്ദേഹം കഴിച്ചുകൂട്ടിയത്. ആ ബാഹ്യമായ അന്ധത അദ്ദേഹത്തിന്റെ ഉള്ളിലെ പ്രകാശത്തെ ഒട്ടും കുറച്ചില്ല. ഈ കഥയുടെ സാരമെന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് മക്കളെ. നമുക്ക് ശാരീരികമായി എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും പരമാത്മാവ് നമ്മളെ തന്റെ സ്വന്തം കുട്ടിയായിട്ടാണ് സ്വീകരിക്കുന്നത്. വളരെ സ്നേഹത്തോടെയും നിശ്ചയദാർഢ്യത്തോടെയും ആരാണോ ഭഗവാനെ ഓർക്കുന്നത്, അവർക്ക് ഭഗവാൻ തന്റെ ഹൃദയസിംഹാസനത്തിൽ തന്നെയാണ് ഇരിക്കാൻ ഇടം നൽകുന്നത്. ആരും വേണ്ടാതിരുന്ന സൂർദാസ് എന്ന ആ അന്ധനായ കുട്ടി ഒടുവിൽ എവിടെയാണ് എത്തിച്ചേർന്നത്? സാക്ഷാൽ ഈശ്വരന്റെ ഹൃദയസിംഹാസനത്തിൽ. അവസാനമായിട്ട് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ച് ഈ കഥ നിർത്താം. തനിക്ക് കിട്ടിയ ആ ദർശനത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ സൂർദാസ് തന്റെ കണ്ണുകൾ വരെ ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്നാൽ ഇന്ന് ഈ ബാഹ്യലോകത്തിന്റെ ഭ്രമങ്ങളിൽ പെട്ടുകിടക്കുന്ന നമ്മുടെ ആന്തരികമായ ദിവ്യദർശനത്തെ മറയ്ക്കുന്ന അന്ധതകൾ എന്തെല്ലാമാണ്? ഏതെല്ലാം അനാവശ്യമായ കാഴ്ചകളാണ് നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ കെടുത്തിക്കളയുന്നത്? ഇതൊന്ന് സ്വയം ചോദിച്ചു നോക്കൂ മക്കളെ. ഈ ഒരു ചിന്തയോടെ സൂർദാസിന്റെ മഹത്തായ ജീവിതകഥ ഞാനിവിടെ പൂർണ്ണമാക്കുകയാണ്. സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.